ഹലോ ഓൾ, JEE എക്സാംസും അതുപോലെ തന്നെ കീം എക്സാമും കഴിഞ്ഞു. ഇനിയും ഈ വർഷം നടക്കാനിരിക്കുന്ന ഒരുപാട് എക്സാമുകൾ ഈ ഒരു മെയ് ജൂൺ സമയത്ത് ഇനിയും വരാനുണ്ട്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളും പാരൻസും ചിന്തിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ നമ്മുടെ റാങ്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നല്ല ഒരു ഓൾ ഇന്ത്യ റാങ്ക് എസ്പെഷ്യലി JEE എക്സാമിലൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ Tier 3 കോളേജുകൾ, റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള റാങ്കിങ്ങിലൊന്നും അത്രയും മുകളിലല്ലാത്ത ഒരു കോളേജിൽ പോയി പഠിക്കണോ, അതല്ല നമ്മൾ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും റെലവൻ്റ് ആവുന്നത്. ഓൾറെഡി ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ JEE എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര തന്നെ അഡ്വൈസബിൾ അല്ലാത്ത ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പോയിന്റിൽ 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് Tier 3 NITs അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തെ ഓപ്ഷൻ JEE അല്ലാത്ത കീം, കുസാറ്റ്, VIT പോലുള്ള മറ്റ് എക്സാംസിലൂടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പോകാം. മൂന്നാമത്തെ ഓപ്ഷനാണ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മുഴുവനായിട്ടും കാണുക. JEE എഴുതിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ അവരുടെ പാരൻസിനും അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. സോ ഈ 3 ഓപ്ഷൻസിൽ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പം റിപ്പീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഓൾറെഡി റിപ്പീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് JEE ഓർ കീം ഓർ കുസാറ്റ് ഓർ VIT വഴി കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇനിയും ഒരു വർഷം JEE പോലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി +1 +2 അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ച് സിലബസ് ഒക്കെ സ്കൂളിലൊക്കെ വേണ്ടി കവർ ചെയ്ത് അത്യാവശ്യം ബേസ് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അതല്ലാതെ സീറോ നോളജുമായിട്ട് നമുക്ക് 6 മാസം കൊണ്ട് 2 വർഷത്തെ സിലബസ് മുഴുവൻ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനോ ഏറ്റവും നന്നായിട്ട് പ്രോബ്ലം സോൾവിങ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ നടത്താൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നാൽ ഒരു വർഷം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇനിയും പഠിക്കാൻ പറ്റും, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ബാക്കിയുണ്ട്, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്ന ബോധ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു വർഷം കൂടെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് പോകാവുന്നതാണ്. ഒരുപാട് ഞാനടക്കം റിപ്പീറ്റ് ചെയ്തിട്ട് IIT ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതും ആ ഒരു +1 +2 കൂടെ പഠിച്ചിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഒരു വർഷം കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ അറിയാമായിരുന്നു ഒരു JEE ലെവലിലുള്ള പ്രിപ്പറേഷൻ +1 +2 നടത്തിയിട്ടില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്കിപ്പം നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള റാങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ JEE മെയിൻ വഴി നിങ്ങൾക്ക് നല്ല NITs, ഒരു ടോപ്പ് 5 ടോപ്പ് 10 ടോപ്പ് 15 NITs ഒന്നും കിട്ടുന്നില്ല. ഏറ്റവും റാങ്കിങ്ങിൽ താഴെയുള്ള Tier 3 NITസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ താല്പര്യമില്ല, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻസ് അതിന് അനുവദിക്കുന്നില്ല, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അതിനുള്ള ഫീസും ഹോസ്റ്റൽ ഫീസും എല്ലാം അഫോർഡബിലിറ്റി ഒരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ റിക്വയർമെൻറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ജോലിയിൽ എത്തുക എന്നുള്ളതായിരിക്കും. 1-2 വർഷം റിപ്പീറ്റ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു പ്രിവിലേജ് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ നോക്കും, നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ചോയ്സസ്, നമ്മുടെ കരിയറിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന ചോയ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി കുട്ടികൾക്കും കൂടിയാണ്. നമ്മൾ വേറൊരാൾ പറയുന്നത് ബ്ലൈൻഡ്ലി കേട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ എന്താണ്, ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റിങ്ങിനും റിപ്പീറ്റിങ്ങിനൊന്നും ചാടി കയറാൻ പാടില്ല. അതുപോലെ തന്നെ Tier 3 NITs കിട്ടുന്നുള്ളൂ എന്ന് വെച്ച് വേഗം അതിലേക്കും എല്ലാവരും കൂടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ചോയ്സ് എടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി Tier 3 കോളേജുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ചുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് Tier 3 NITസിലായാലും മേ ബി ചൂസ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസോ EC പോലുള്ള ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ, പുതിയ NITകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ബ്രാഞ്ചുകൾ സിവിൽ, മെക്കാനിക്കൽ പോലുള്ള ബ്രാഞ്ചുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ Tier 3 NITs അല്ലെങ്കിൽ Tier 3 കോളേജുകളുടെ സിറ്റുവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ, ഫാക്കൽറ്റി ടീമിൻ്റെ ഒരു എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുറവാണ്. കാരണം ഏറ്റവും നല്ല പ്രൊഫസേഴ്സും ഏറ്റവും നല്ല ടീച്ചേഴ്സും ബെറ്റർ കോളേജുകളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്ലാസ്സുകളുടെ ഒരു ക്വാളിറ്റി ഓഫ് കോഴ്സ് എന്താണ്, ബാക്കിയുള്ള ടോപ്പ് കോളേജുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. എക്സ്പോഷർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എന്താണ്, കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ബ്രാഞ്ചിനെയും ഒരുപോലെ എഫക്ട് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. അപ്പം CS
ഈസി പോലുള്ള ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവിടുത്തെ ക്ലാസ്സുകൾ നല്ലതല്ലെങ്കിലും ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. എന്നാൽ സിവിൽ, മെക്കാനിക്കൽ പോലുള്ള ബ്രാഞ്ചുകളുടെ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ചിലപ്പം ആ കോളേജുകളിൽ ഉണ്ടാവില്ല, ഉള്ള ആളുകൾ തന്നെ അത്രയും അപ് ടു ദ മാർക്ക് ആയിരിക്കില്ല. ഇനി അത് മാത്രമല്ല, ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ഒരു ബിടെക് അതിന് നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ, നല്ല അക്കാഡമിക് റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിച്ചും മെക്കും സിവിൽ പോലുള്ള കോർ ബ്രാഞ്ചുകൾ പഠിക്കാനുള്ള അത്രയും റിസോഴ്സുകൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ Tier 3 NIT-കളിൽ പോകാൻ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഒരു സർക്യൂട്ട് ബ്രാഞ്ചുകൾ, EC, CS പോലുള്ള ബ്രാഞ്ചുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് ചിലപ്പോൾ കോളേജിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പം ഇനഫ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് കുട്ടികൾ വിചാരിക്കുക, അതായത് ഏറ്റവും നല്ല റാങ്ക് കിട്ടുന്ന ആളുകളാണ് CS-ലേക്കും അതുപോലെ തന്നെ EC-ലേക്കൊക്കെ പോവുക. എൻ്റെ ഏറ്റവും താഴെ ഏറ്റവും ഡിമാൻഡ് കുറഞ്ഞ സെലക്ഷൻസ് ആണ് മെക്കും സിവിലൊക്കെ എപ്പോഴും വരാറുള്ളത് കമ്പയർഡ് ടു സർക്യൂട്ട് ബ്രാഞ്ചുകൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കോഴ്സുകൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായതുകൊണ്ടാണ് അതിൻ്റെ ഡിമാൻഡ് താഴെ വരുന്നതെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ ബ്രാഞ്ചുകളും ഈക്വലി എന്താണ് ചാലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സസും എക്സാംസും ഒക്കെ എല്ലാ ബ്രാഞ്ചുകളിലും എഞ്ചിനീയറിംഗ് കോഴ്സസിൽ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ബ്രാഞ്ചും എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും അത് ചൂസ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം, ഇതുപോലത്തെ സിറ്റുവേഷൻസ് എല്ലാം അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഒരു JEE മെയിൻ വഴി ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ, ഞാൻ പറഞ്ഞല്ലോ 2 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ആളുകളാണ് റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതൽ. അതല്ലാതെ +1 +2 എന്താണ് JEE എന്ന് പോലും അറിയാത്ത ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, വളരെ ചാടി കയറിയിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ വർഷത്തെ JEE പോലുള്ള എക്സാംസുകൾ എഴുതിയിട്ടെങ്കിലും ഉണ്ടാവണം. കാരണം ആ ഒരു എക്സാമിൻ്റെ ലെവൽ എന്താണ്, പാറ്റേൺ എന്താണ്, നിങ്ങൾ ചെയ്തതും അതിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കംപ്ലീറ്റ് ഒരു പിക്ചർ, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കണം റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഡിസിഷനിലേക്ക് പോകാൻ. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു 6-7 മന്ത്സിൻ്റെ പ്രോഗ്രാം ആയിരിക്കും റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. അല്ലാതെ നമുക്ക് ഒരുപാട് ആവേശവും അതുപോലെ തന്നെ ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഇത് തീർക്കാൻ പറ്റുന്ന സംഭവമല്ല. അത്രയും വലുത്, അത്രയും വാസ്റ്റാണ് സിലബസ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അപ്പോൾ JEE എന്ന് പറയുന്ന എക്സാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം 3 മണിക്കൂറിൽ 75 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ആ എക്സാമിൻ്റെ പ്രത്യേകത. നിങ്ങൾ എത്രത്തോളം തിയറിറ്റിക്കൽ നോളജ് ഉള്ള ആളാണ്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ആളുകളാണെന്നുള്ളതൊന്നും ഫൈനലി ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആൻസേഴ്സ് ശരിയാണോ, എത്രയാണ് മാർക്ക് കിട്ടിയത്, ഇത് മാത്രമാണ് എക്സാമിൽ ഫൈനലി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് അതിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും കാണുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 ഒരു മീഡിയം രൂപത്തിൽ മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ ദിവസം തന്നെ HC വർമ്മയുടെ ബുക്കും അല്ലെങ്കിൽ ഇറിഡോവിൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി JEE മെയിൻ ഒക്കെ JEE മെയിൻ ലെവലിൽ PYQs ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഹയർ ലെവൽ ബുക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ സമയം ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ എവിടെ പോയാലും എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിലെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തിയറി പഠിക്കണം, യെസ്, അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും എക്സാം റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബാക്കി എല്ലാ ഏരിയാസും ബേസിക് മാത്തമാറ്റിക്സ് സ്കിൽസ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫൈനലി നമ്മുടെ റിസൾട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് ഈ ഒരു വർഷം അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ആളുകൾ വിചാരിക്കും ഏപ്രിലൊക്കെ നമുക്ക് ചില്ല് ചെയ്യാം, മെയ്യിലും ചില്ല് ചെയ്യാം, ജൂണിൽ ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രം സീരിയസ് ആയാൽ മതിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ +1 +2 പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, PYQസും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് പഠിച്ച് തുടങ്ങാം. അതല്ലാതെ ജൂണിൽ ബാച്ച് തുടങ്ങുന്ന ഫസ്റ്റ് ഡേക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇതെപ്പോഴും സമയത്തിൻ്റെ ഗെയിമാണ്. ആരാണോ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തത് ആ ആളുകൾക്കാണ് റിസൾട്ടിലേക്ക് എത്താൻ ഏറ്റവും ചാൻസ് കൂടുതൽ. അതല്ലാതെ ഒരു മാസം കൊണ്ട് ആവേശം കൂടിയിട്ട് വർക്ക് ചെയ്തിട്ടൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം അല്ല JEE എന്ന് പറയുന്നത്. അതിന് ടൈമും എഫേർട്ടും കൺസിസ്റ്റൻസിയും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. പല ആളുകൾക്കും ഒരുപാട് കുട്ടികൾ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, പാരൻസ് ചോദിക്കാറുണ്ട് ഒരു Tier 3 NIT-യിൽ പോകണോ അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഇതാണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക. ഇനി Tier 3 കോളേജുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർക്യൂട്ട് ബ്രാഞ്ചസ് കിട്ടിയാൽ ഒന്നുകൂടെ ബെറ്ററാണ്. അതിൻ്റെ റീസൺ ആ ബ്രാഞ്ചുകൾക്കുള്ള ഹൈപ്പ് മാത്രമല്ല,
നമുക്കത് പഠിച്ചെടുക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ഓൺലൈൻ റിസോഴ്സസും ഫ്രീ റിസോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ മെക്ക് സിവിൽ പോലുള്ള ഓൾഡർ ആയിട്ടുള്ള കോർ ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന് അത്യാവശ്യം നല്ല എക്സ്പെർട്ടീസും ആ കോളേജിൽ തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് കൂടുതൽ സംശയങ്ങൾ ആളുകൾ താഴെ ചോദിക്കുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ പാസ് ഔട്ട് ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള +2 കഴിഞ്ഞ് സീനിയേഴ്സ് ഉണ്ടാകും, അവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിസിഷനിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് കുട്ടികളും അവരുടെ പാരൻസും ഉണ്ട്. അവരെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബാക്കിയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വരാൻ പോകുന്ന മെയ് ജൂൺ മാസത്തിലെ ജോസ കൗൺസിലിംഗ് സമയത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. തുടർന്നും അങ്ങോട്ട് ഈ ഒരു അഡ്മിഷൻ സീസണിൽ മുഴുവനായിട്ട് എന്താണ് ഒരുപാട് വീഡിയോസും ലൈവുകളുമായിട്ട് നമ്മുടെ ചാനൽ സജീവമായിരിക്കും. ഈ വരുന്ന മെയ് ജൂൺ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക്